ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ നിവിൻ അവതരിപ്പിക്കും. തായ്വാൻ പ്രതിരോധം ശക്തമാക്കാൻ ആയുധങ്ങൾ വാങ്ങുന്നതിനായി $40 ബില്യൺ പ്രത്യേക ബജറ്റ് കേന്ദ്രം പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി പുതുക്കിയ സ്കോളർഷിപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഭക്ഷ്യനിലവാരമില്ലായ്മ ആരോപിച്ച് മധ്യപ്രദേശിലെ VIT ക്യാമ്പസിലും വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾ തീയിട്ടു. കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിലെ സ്റ്റേഷൻ പുനർവികസന പദ്ധതികൾക്കായി 6 കോടി രൂപയുടെ ടെൻഡറുകൾ. 8 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ കർണാടകയിലെ വരമ്പള്ളി നിവാസികൾക്ക് BSNL നെറ്റ്വർക്ക് കണക്ടിവിറ്റി ലഭിച്ചു. കേരള ഹൈക്കോടതി റവന്യൂ വകുപ്പിനോട് തർക്കത്തിലുള്ള മുനമ്പം ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് താൽക്കാലികമായി ഭൂനികുതി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. UK-യിൽ പ്രോ പലസ്തീൻ ഗ്രൂപ്പിനുള്ള നിരോധനം കോടതിയുടെ നിരീക്ഷണത്തിൽ. തെക്കൻ തായ്ലൻഡിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 33 ഉയർന്നു. കേന്ദ്രമന്ത്രിസഭ 7280 കോടി രൂപയുടെ അപൂർവ എർത്ത് പെർമനന്റ് മാഗ്നറ്റ് നിർമ്മാണ പദ്ധതിക്ക് അംഗീകാരം നൽകി. ഇസ്രായേൽ സൈന്യം വടക്കൻ വെസ്റ്റ് ബാങ്കിൽ പുതിയ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.